Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സെക്ഷൻ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഡി ബിക്കും ജി ഡിക്കും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പേപ്പറാണ് സെക്ഷൻ 1. സോ ഈ ഒരു ഭാഗത്തെ സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള 20 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ മാസ് സ്മോൾ എം ഈസ് പ്ലേസ്ഡ് ഓൺ എ ബോഡി ഓഫ് മാസ് ക്യാപിറ്റൽ എം. ദർ ഈസ് നോ ഫ്രിക്ഷൻ. ദ ഫോഴ്സ് എഫ് ഈസ് അപ്ലൈഡ് ഓൺ ക്യാപിറ്റൽ എം ആൻഡ് ഇറ്റ് മൂവ്സ് വിത്ത് ആക്സിലറേഷൻ എ. ദെൻ ദ നെറ്റ് ഫോഴ്സ് ഓൺ ദ ടോപ്പ് ബോഡി ഈസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സ്മോൾ എം മാസുള്ള ഒരു വസ്തു ഇവിടെ വെച്ചിട്ടുണ്ട്. ദെൻ അതെന്തിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ എം മാസുള്ള മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. സോ അതിന് ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അതിനൊരു ആക്സിലറേഷൻ എ ഉണ്ടായി. അങ്ങനെയെങ്കിൽ അതിൻ്റെ ടോട്ടലായിട്ടുണ്ട് അതിന് വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഓപ്ഷൻ എ എഫ്, ഓപ്ഷൻ ബി എം എ, ഓപ്ഷൻ സി എഫ് മൈനസ് എം എ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. സോ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ ആണെന്ന് നമുക്കറിയാം. സോ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഇവിടെ രണ്ട് വസ്തുക്കളുണ്ട്. സോ അതിൻ്റെ മാസ് എന്തായിരിക്കും? ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഇൻറ്റു എ. സോ ഇതിൻ്റെ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദസ്. അടുത്ത ചോദ്യം, ദ ഫോർമുല എസ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് 1/3 AT സ്ക്വയർ where s is the distance travelled, u is the initial velocity, a is the acceleration and t is the time is. അപ്പോൾ ഈ ഒരു ഫോർമുല നമുക്ക് തന്നിട്ടുണ്ട്, എസ് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് 1/3 AT സ്ക്വയർ. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓപ്ഷൻ എ ഡയമെൻഷനലി കറക്റ്റ് ഓൺലി, ഓപ്ഷൻ ബി ഡയമെൻഷനലി ഇൻകറക്റ്റ് ഓൺലി, ഓപ്ഷൻ സി ഡയമെൻഷനലി ആൻഡ് ന്യൂമറിക്കലി കറക്റ്റ്, ഓപ്ഷൻ ഡി ഡയമെൻഷനലി ആൻഡ് ന്യൂമറിക്കലി റോങ്. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനിൽ എസ് ഇസ് ഈക്വൽ ടു ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് എന്തായിരുന്നു? എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നാണ്. സോ അപ്പം ഈ ഒരു തന്നിരിക്കുന്ന കേസിൽ ഇത് എന്താണ്? ഇത് പിന്നെ ന്യൂമറിക്കലി ഇൻകറക്റ്റാണ്. ഇവിടെ എസ് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് 1/3 AT സ്ക്വയർ ആണ്. ഇവിടെ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. സോ ന്യൂമറിക്കലി കറക്റ്റ് ഇതാണ്, പക്ഷേ ഇതെന്താ? ന്യൂമറിക്കലി ഇൻകറക്റ്റ് ആണ്. ദെൻ ഇനി സെക്കൻഡ് കേസ് ഡയമെൻഷനലി കറക്റ്റ് ആണോ നോക്കാം. അതായത് എസ് ഇസ് ഈക്വൽ ടു യു ടി മൈനസ് 1/3 AT സ്ക്വയറും എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നത് ഡയമെൻഷനലി കറക്റ്റാണ്. കാരണം ഇവിടെ വരുന്നത് ഒരു ഹാഫ് 1/2 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 1/3 ഉണ്ട്. സോ അത് കോൺസ്റ്റൻറ്റ് ടൈം ആയതുകൊണ്ട് ഡയമെൻഷനലി ആയിട്ട് വ്യത്യാസങ്ങൾ വരുന്നൊന്നുമില്ല. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഡയമെൻഷനലി കറക്റ്റ് ഓൺലി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ഹാസ് പൊട്ടൻഷ്യൽ ഓഫ് 6 volt ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഈസ് 2 meter. ദ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ഇറ്റ്സ് സെൻറ്റർ ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ചാർജ്ഡ് സ്ഫെറിക്കൽ കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ 6 volt പൊട്ടൻഷ്യൽ ഉണ്ട്, പിന്നെ അതിൻ്റെ റേഡിയസ് 2 meter ആണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഒരു ചാർജ്ഡ് സ്ഫിയറിൻ്റെ ഇൻസൈഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, 0. Semiconductor devices are option A temperature dependent, option B voltage dependent, option C current dependent, option D none of the above. സോ ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് എപ്പോഴും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഫാൾസ് വിത്ത് റെഫറൻസ് ടു വീസ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ താഴെ 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിൽ വീസ്റ്റോൺ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലേതാണ് ഫാൾസ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ എ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് വാല്യൂ ഓഫ് അൺനോൺ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ബൈ മേക്കിംഗ് സർട്ടൈൻ
ചേഞ്ചസ് ടു ദ സർക്യൂട്ട്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്, ശരിയാണ്. ഇനി സെക്കൻഡ് കേസ്, ദ എസെൻഷ്യൽ കമ്പോണൻസ് ആർ ടു നോൺ റെസിസ്റ്റൻസ്, പവർ സപ്ലൈ, വേരിയബിൾ റെസിസ്റ്റൻസ്, എ ഗാൽവനോമീറ്റർ ആൻഡ് ദ അൺനോൺ റെസിസ്റ്റർ. സോ സെക്കൻഡ് കേസും ശരിയാണ്. ഇനി തേർഡ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എലോങ് വിത്ത് അതർ സിസ്റ്റംസ് ടു മെഷർ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ലൈക്ക് സ്ട്രെയിൻ, ലൈറ്റ് ആൻഡ് ടെമ്പറേച്ചർ. സോ തേർഡ് കണ്ടീഷനും ശരിയാണ്. ഇനി ഫോർത്ത്, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻഡിക്കേറ്റ് നൾ ബാലൻസിങ് ഓഫ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. സോ ഓപ്ഷൻ ഡി എന്താണ്, തെറ്റാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യനിലെ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, വിച്ച് among the following condition is true to the reverse biased PN junction diode? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ശരിയായ കണ്ടീഷൻ? ഓപ്ഷൻ എ, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഡിക്രീസസ്. ഓപ്ഷൻ ബി, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് റിമൈൻസ് സെയിം. ഓപ്ഷൻ സി, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഇൻക്രീസസ്. ഓപ്ഷൻ ഡി, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഈസ് നെഗറ്റീവ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഇൻക്രീസസ്. അടുത്ത ചോദ്യം, എ ഹൊറിസോണ്ടൽ വയർ ഓഫ് ലെങ്ത് 1 meter carries a current of 40 ampere in a magnetic field of strength 1 Tesla. The angle between the current direction and magnetic field direction is 45 degree. The magnitude of force experienced by the wire is. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഹൊറിസോണ്ടൽ വയർ ഉണ്ടായിരുന്നു, ലെങ്ത്ത് 1 meter ആണ്. അതിൽ ക്യാരി ചെയ്യുന്ന കറണ്ട് 40 ആംപിയർ ആണ്. അതെവിടെയാണ് ക്യാരി ചെയ്യുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതിൻ്റെ സ്ട്രെങ്ത്ത് 1 ടെസ്ലയാണ്. സോ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഈ കണ്ടക്ടറിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. ദെൻ നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ വയർ, അതായത് ആ ഒരു വയറിനുണ്ടാവുന്ന ഫോഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓപ്ഷൻ എ 60.73 ന്യൂട്ടൺ, ഓപ്ഷൻ ബി 28.28 ന്യൂട്ടൺ, ഓപ്ഷൻ സി 40.45 ന്യൂട്ടൺ, ഓപ്ഷൻ ഡി 32.92 ന്യൂട്ടൺ. സോ നമുക്ക് അത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ ഈ ഒരു കേസിൽ ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. സോ ഇവിടെ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ 40 ആംപിയർ ആണ്, ഇൻറ്റു ലെങ്ത് ഓഫ് ദ വയർ 1 ആണ്. ഇനി അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 1 ആണ്, ഇൻറ്റു ഇനി സൈൻ തീറ്റ, അതായത് സൈൻ 45. സൈൻ 45ൻ്റെ വാല്യൂ 1/√2 ആണ്, അല്ലെങ്കിൽ 0.707 എന്നാണ്. സോ നമ്മൾ ഈ ഒരു വാല്യൂ ആണ് ഇവിടെ കൊടുക്കുന്നത്, അതായത് 40 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 0.707. സോ അതായത് 40 ഇൻറ്റു 0.707. സോ ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 28.28 ആണ്. സോ ആൻസർ 28.28. അടുത്ത ചോദ്യം, 2 spheres are charged with the same charge minus q. What will happen to the charge if the spheres are connected with a conducting wire? The radii of the sphere are different. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 2 വ്യത്യസ്ത വലുപ്പത്തിലുള്ള സ്ഫിയറുകളുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ദെൻ അപ്പോൾ ഇതിൽ രണ്ടിലെയും ചാർജ് -q ആണ്, രണ്ടിലും ചാർജ് -q. ദെൻ ഈ 2 സ്ഫിയറും കൂടെ ഒരു കോണ്ടാക്ട് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്നതിൽ ഏത് കണ്ടീഷനാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ, നെഗറ്റീവ് ചാർജ് ഫ്ലോസ് ഫ്രം ദ ലാർജ് സ്ഫിയർ ടു ദ സ്മോളർ സ്ഫിയർ അണ്ടിൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദ സെയിം. ഇപ്പം ഓപ്ഷൻ എയിൽ പറയുന്നത്
വലിയ സ്ഫിയറിൽ നിന്നും ചെറിയ സ്ഫിയറിലേക്ക് നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യും. അത് രണ്ടിലെയും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവുന്നത് വരെ ഫ്ലോ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി, നെഗറ്റീവ് ചാർജ് ഫ്ലോസ് ഫ്രം ദ സ്മോളർ സ്ഫിയർ ടു ദ ലാർജർ സ്ഫിയർ. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ഈച്ച് സ്ഫിയർ ഈസ് ദ സെയിം. സോ ബിയിൽ പറയുന്നത് ചെറിയ സ്ഫിയറിൽ നിന്നും വലിയ സ്ഫിയറിലോട്ട് നെഗറ്റീവ് ചാർജ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പം അതിനും ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് പറയുന്നത്? നെഗറ്റീവ് ചാർജ് ഫ്ലോസ് ഫ്രം ദ സ്മോളർ സ്ഫിയർ ടു ദ ലാർജർ സ്ഫിയർ. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ഈച്ച് സ്ഫിയർ ഈസ് ദ സെയിം. അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ രണ്ടിലും സെയിം ആവുന്നത് വരെ ഫ്ലോ ചെയ്യുള്ളൂ. ഓപ്ഷൻ സി, നോ ചാർജ് ഫ്ലോ ബിറ്റ്വീൻ ദ സ്ഫിയേഴ്സ്. ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. സോ ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെഗറ്റീവ് ചാർജ് ഫ്ലോസ് ഫ്രം ദ സ്മോളർ സ്ഫിയർ ടു ദ ലാർജർ സ്ഫിയർ. The electric potential at each sphere is the same. അടുത്ത ചോദ്യം, which of the following is based on the law of conservation of energy? ഓപ്ഷൻ എ, ലെൻസസ് ലോ. ഓപ്ഷൻ ബി, ഫാരഡേസ് ലോ. ഓപ്ഷൻ സി, ആംബിയർസ് ലോ. ഓപ്ഷൻ ഡി, ബയോട്ട് സവാർട്ട് ലോ. സോ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ലെൻസസ് ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the correct order of atomic size of carbon, nitrogen, phosphorus, sulfur follows the order. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കാർബണിൻ്റെയും നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും സൾഫറിൻ്റെയും ആറ്റോമിക് സൈസിൻ്റെ ഓർഡർ, അതായത് ചെറുതിൽ നിന്നും വലുത് ആവുന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ആറ്റോമിക് സൈസ് ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ നിന്നും മുകളിൽ നിന്നും താഴേക്ക് വരുന്നതനുസരിച്ച് ആറ്റോമിക് സൈസ് കൂടി വരികയും പീരീഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതനുസരിച്ച് ആറ്റോമിക് സൈസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പം ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നൈട്രജനേക്കാൾ വലുതാണ് കാർബൺ, അതിനേക്കാൾ വലുതാണ് സൾഫർ, അതിനേക്കാൾ വലുതാണ് ഫോസ്ഫറസ്. അതായത് പീരിയോഡിക് ടേബിളിൽ ഇത് രണ്ടും കിടക്കുന്ന പൊസിഷനാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത ചോദ്യം, ഓൾ ദ ഫോളോയിങ് IUPAC നെയിംസ് ആർ കറക്റ്റ് എക്സെപ്റ്റ്. ഇപ്പോൾ താഴെ 4 IUPAC നെയിംസ് തന്നിട്ടുണ്ട്, അതിലൊന്ന് തെറ്റാണ്. അതേതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1 ക്ലോറോ 1 ഇതോക്സി പ്രൊപ്പൈൻ. ഓപ്ഷൻ ബി 1 അമിനോ 1 ഇതോക്സി പ്രൊപ്പൈൻ. ഓപ്ഷൻ സി 1 ഇതോക്സി 2 പ്രൊപ്പനോൾ. ഓപ്ഷൻ ഡി 1 ഇതോക്സി 1 പ്രൊപ്പൈൻ അമൈൻ. സോ ഇതിൽ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, 1 അമിനോ 1 ഇതോക്സി പ്രൊപ്പൈൻ. സോ അത് വരേണ്ടത് 1 ഇതോക്സി പ്രൊപ്പൈൻ ദെൻ 1 അമൈൻ എന്നാണ്. സോ ഓപ്ഷൻ ബി ആണ് അതിൽ റോങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, അറേഞ്ച് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ആറ്റോമിക് റേഡിയൈ ഓഫ് ദ ഫോളോയിങ് എലിമെൻറ്റ്സ്. ഓക്സിജൻ, കാർബൺ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഓക്സിജൻ, കാർബൺ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നിവയുടെ ആറ്റോമിക് റേഡിയൈ ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. സോ 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ശരിത്തരം. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഐസോ ഇലക്ട്രോണിക് സീരീസ് K+S2- ആണത്, ക്ലോറിൻ മൈനസ് ആൻഡ് Ca2+. ഒന്നിങ്ങോട്ട് മാറ്റി എഴുതാം. K+, ദെൻ അടുത്തത് സൾഫർ 2-, ദെൻ ക്ലോറിൻ മൈനസ്, ദെൻ കാൽഷ്യം 2+. സോ ഇവിടെ ഐസോ ഇലക്ട്രോണിക് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസും പക്ഷെ അതിന് ഡിഫറെൻറ്റ് ന്യൂക്ലിയർ ചാർജും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു K+, സൾഫർ 2-, ക്ലോറിൻ മൈനസ്, കാൽഷ്യം 2+ എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് 18ആണ്. അതായത് ഇവിടെ ഇലക്ട്രോൺസിനെ വിട്ട് കൊടുത്തവയുണ്ട്, ഇലക്ട്രോൺസിനെ സ്വീകരിച്ചവയുണ്ട്. സോ അങ്ങനെ ഈ അയോണായിട്ട് മാറുമ്പം എല്ലാത്തിനുള്ള ഇലക്ട്രോൺസ് 18 ആണ്.
ദെൻ അവിടെ ഉണ്ടാകുന്ന ചാർജ് എല്ലാത്തിനും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ റേഡിയൈ ഓഫ് ദ അയോൺസ് ഡിക്രീസസ്, അതായത് ഡിക്രീസ് ചെയ്യുന്ന ഓർഡർ ഏതാണെന്നാണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. സൾഫർ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, ഗ്രേറ്റർ ദാൻ പൊട്ടാസ്യം, ഗ്രേറ്റർ ദാൻ കാൽഷ്യം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വെയ്റ്റ് മാക്സിമം എമൗണ്ട്? ഓപ്ഷൻ എ 20 gram അയൺ, ഓപ്ഷൻ ബി 1.2 gram ഓഫ് നൈട്രജൻ, ഓപ്ഷൻ സി 1 × 10⁻23 ആറ്റംസ് ഓഫ് കോപ്പർ, ഓപ്ഷൻ ഡി 1.12 liter ഓഫ് O2 at STP. സോ അതിൽ മാക്സിമം വെയിറ്റ് ഉള്ളത് ഓപ്ഷൻ എ ആണ്, 20 gram ഓഫ് അയൺ. അയോണൈസേഷൻ എനർജി ഇൻക്രീസസ് ഇൻ ദ ഓർഡർ. അപ്പോൾ ഇവിടെ 4 എലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ബെറീലിയം, ബോറോൺ, കാർബൺ ആൻഡ് നൈട്രജൻ. സോ ഇതിൽ കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ബോറോൺ ലെസ് ദാൻ ബെറീലിയം ലെസ് ദാൻ കാർബൺ ലെസ് ദാൻ നൈട്രജൻ. അടുത്ത ചോദ്യം, ഹൗ മെനി സെക്കൻഡറി കാർബൺ ആറ്റംസ് ഡസ് മീഥൈൽ ക്ലോറോപ്രൊപ്പൈൻ ഹാവ്? മീഥൈൽ ക്ലോറോപ്രൊപ്പൈന് എത്ര സെക്കൻഡറി കാർബൺ ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ നൺ, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 3. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 2 കാർബൺ ആറ്റംസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ട്രയാഡ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ദ മോളിക്കുലാർ ഫോർമുല ഓഫ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി ഓഫ് ആൽക്കനൈൻസ് ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ഗിവൺ ബൈ ദ സെറ്റ്. സോ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്, C4H4 ബ്യൂട്ടനൈൻ. അടുത്ത ചോദ്യം, ദ സ്ക്രീനിങ് എഫക്റ്റ് ഓഫ് ഡി ഇലക്ട്രോൺ ഈസ്? ഓപ്ഷൻ എ ഈക്വൽ ടു ദ പി ഇലക്ട്രോൺസ്, ഓപ്ഷൻ ബി മച്ച് മോർ ദാൻ പി ഇലക്ട്രോൺസ്, ഓപ്ഷൻ സി സെയിം ആസ് എഫ് ഇലക്ട്രോൺ, ഓപ്ഷൻ ഡി ലെസ് ദാൻ പി ഇലക്ട്രോൺസ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, ലെസ് ദാൻ പി ഇലക്ട്രോൺസ്. സോ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ സയൻസിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അറിയാം കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഇത്. ഈ ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ അറിയാം കുറച്ച് 10th ലെവലിലെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ എന്നിരുന്നാലും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നല്ല രീതിയിൽ പഠിക്കുക, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാനും സാധ്യതയുണ്ട്. സോ എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.